നമസ്കാരം. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ആകുന്നു. ഏവരും കാത്തിരുന്നതായ ഏകാദശി എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില ശുഭ ലക്ഷണങ്ങൾ വീടുകളിൽ പ്രകടമാകുന്നതാണ്. ആ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്നും വന്നു ചേരുന്നതായ ആ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞ് നിൽക്കുന്നതാണ്. കൂടുതൽ സ്വർണപ്രഭയോടെ തന്നെ ആ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പതിവില്ലാതെ ധാരാളം പൂക്കൾ വിടർന്നിട്ടുണ്ടാകാം. അത് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ മറ്റു പുഷ്പങ്ങളാണ് എങ്കിലും ധാരാളമായി വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾക്ക് മുന്നോടിയായാണ് എന്ന് പരാമർശിക്കാം. അപരിചിതരായ വ്യക്തികൾ നിങ്ങളെ നോക്കുകയും നിങ്ങളെ നോക്കി ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളുടെ മുന്നോടിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്നതും ശുഭകരമാണ്. അത് പരിചയമുള്ള വ്യക്തികളാണ് എങ്കിലും ശുഭകരമാണ് എന്നും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യമാണ് എന്ന് കൂടി അറിയുക. പണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ചെറുതോ വലുതോ ആണ് എങ്കിൽ പോലും പണം ലഭിക്കുന്നു എന്ന കാര്യത്തിനാണ് പ്രാധാന്യം. ഇന്നേ ദിവസം അപ്രകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ധനപരമായ നേട്ടങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സൂചനയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരുന്നതാണ്. പലവിധ വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം മറന്നു പോകുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കാവുന്നതാണ്. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പാല് തിളച്ച് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണങ്ങൾ അഥവാ ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾക്ക് മുന്നോടിയായാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരവും വിശേഷവുമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേർന്നിരിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വിളങ്ങുന്നു എന്നും അതിനാൽ ഏതൊരു പ്രശ്നത്തിനും ദുരിതങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ ഇന്നേ ദിവസം ശംഖുപുഷ്പം ഒറ്റ സംഖ്യയിൽ നിങ്ങളുടെ വീടുകളിൽ വിടരുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. ശംഖുപുഷ്പം വിടരുന്നത് പോലും ശുഭകരമാണ്. എന്നാൽ പ്രത്യേകിച്ചും ഒറ്റ സംഖ്യയിലാണ് വിടർന്നിരിക്കുന്നത് എങ്കിൽ ഇരട്ടി സൗഭാഗ്യം അല്ലെങ്കിൽ മഹാഭാഗ്യമായി തന്നെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പുഷ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. സാധിക്കുന്നവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്രകാരം സമർപ്പിച്ച്
പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ശുഭകരമായ വാർത്തകൾ, മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതായ വാർത്തകൾ, അല്ലെങ്കിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സന്തോഷകരമായ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം, ഇന്നേ ദിവസം ഭഗവാന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടതായ വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പറയാം. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പ്രഭ നിങ്ങളുടെ മുഖത്ത് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് അപ്രകാരം പരാമർശിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരവും അനുകൂലവുമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി സ്വപ്നങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ഭഗവാനെ ദർശിക്കാനായി പോവുകയും, അഥവാ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഭഗവാന്റെ പ്രതിഷ്ഠ നോക്കി ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറയും. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, അഥവാ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം വീടുകളിൽ പാചകം ചെയ്യുന്ന ആഹാരത്തിന് പ്രത്യേകമായ രുചി അനുഭവപ്പെടുന്നതാണ്. കൂടാതെ ഏവർക്കും ആ ആഹാരം കൃത്യമായിരിക്കും, ബാക്കി വരില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താലും സാന്നിധ്യത്താലും സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയായാണ്. കൂടാതെ ഇന്നേ ദിവസം ചെറിയ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതും കൈകൾ വന്ന് പിടിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏവർക്കും എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതിനോടൊപ്പം എപ്പോഴും അവരുടെ നാവുകളിൽ ഭഗവാന്റെ നാമങ്ങൾ വന്നു ചേരും. അത് ഏവർക്കും സംഭവിച്ചില്ല എങ്കിൽ പോലും ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ, അതായത് ഭഗവാന്റെ ചിന്തകൾ എപ്പോഴും വരിക, ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും നാവിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ മന്ത്രങ്ങൾ മന്ത്രിക്കുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും മുന്നോടിയായാണ് എന്നും മനസ്സിലാക്കുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പ്രകടമാവുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിലോ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക.